ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു കമ്പനി രജിസ്ട്രേഷൻ ആണ്. സോ നിങ്ങൾക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നമ്മളൊരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമുക്കൊരു റെസ്പെക്ട് കിട്ടണം. നമ്മൾ എന്തിനാണ് സാധാരണ ഒരു നല്ല ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ധരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഫോർമൽ ഡ്രസ്സ് ധരിച്ചു പോകുന്നത്? കാരണം നമ്മളെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു ബിസിനസ് മാൻ ആയിട്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ ആളുകൾ ട്രീറ്റ് ചെയ്യണം, നമുക്കൊരു റെസ്പെക്ട് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊരു കമ്പനി രജിസ്ട്രേഷൻ നമ്മളുടെ ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമാണ്. ആ റെസ്പെക്റ്റിന്റെ മുകളിലാണ് ഒരു പുതിയ ഒരു എക്സ്പോർട്ടർ എന്ന നിലയിൽ നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം. അതൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം എന്താണ് വാട്ട് യു ആർ എന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലായിരിക്കും നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു പ്രൊസീജിയറാണ്. കാരണം സാധാരണഗതിയിൽ നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 പാർട്ട്നേഴ്സാണ് അതിൽ മിനിമം ആവശ്യമുള്ളത്. അപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് വെക്കാം. അതും 50-50 പാർട്ട്ണർഷിപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് കമ്പനി രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഒരാളുടെ പേരിൽ 90% മറ്റേ പേരിൽ 10% ആക്കി നിങ്ങൾക്ക് വെക്കാം. സ്വാഭാവികമായിട്ടും കൂടുതൽ ഷെയറുള്ള ആളിന് സൈനിങ് അതോറിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ 99-1-95 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷെയർ അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഓഹരി പങ്കാളിത്തം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് വെക്കാം. ഭാവിയിലേക്ക് നിങ്ങൾക്ക് വളരാനും ഈ ഒരു കമ്പനി രജിസ്ട്രേഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ കമ്പനി രജിസ്ട്രേഷൻ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാർട്ടർ അക്കൗണ്ടന്റിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. ഞങ്ങളുടെ ടീമിൽ ഞങ്ങളുടെ ചാർട്ടർ അക്കൗണ്ടന്റ് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഓക്കെ, ഇനി കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കമ്പനിയുടെ പേര്, അതായത് നമുക്ക് പല ഇഷ്ടമുള്ള നമുക്ക് കൊച്ചിൻ്റെ പേരിടാം, ആങ്ങളുടെ പേരിടാം, പെങ്ങളുടെ പേരിടാം, അല്ലെങ്കിൽ സ്വന്തം പേരിടാം എന്നൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. എന്ത് പേര് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ വിദേശത്തേക്കാണ്, നമ്മളൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളവർക്ക് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള തരത്തിലുള്ള പേരുകൾ ഇടുകയാണെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും. കാരണം ആ പേര് വായിക്കാനും ആ പേര് കേൾക്കാനും ഒരു ഇൻ്റർനാഷണൽ എന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പേരുകൾ ഇടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അത് ഇന്റർനാഷണൽ മാർക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനാണ്. നമ്മുടെ പേര് കേട്ടിട്ട് ആൾക്കാർ നമ്മളെ ഓർത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ബിസിനസ്സിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പേരിടുന്നതിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കുന്നു. പിന്നെ ഓൾ ഓവർ ദ വേൾഡിൽ ഈ ഇതേ പേരുള്ള കമ്പനികൾ വേറെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. കാരണം നാളെ നമ്മളൊരു ട്രേഡ് മാർക്കിലേക്കോ ഇതിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഒരു പേരിൻ്റെ കാര്യത്തിൽ വളരെ കുറച്ചൊന്നല്ല, അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പേര് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത്, പേരിടുമ്പോൾ പേരിന്റെ വാലായിട്ട് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇംപാക്സ് അല്ലെങ്കിൽ എക്സിം എന്ന് പറയുന്നത്. അതായത് പല കമ്പനികളുടെയും പേരിന്റെ വാലായിട്ട് കാണും ഗ്ലോബൽ ഇംപാക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബ്ലൂ വിങ്സ് ഇംപാക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെ പല ഇംപാക്സ് അല്ലെങ്കിൽ എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കാണും. എന്താണ് ഈ എക്സിമും ഈ ഇംപാക്സും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ആ കമ്പനിയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വാല് എന്ന് പറയുന്നത്. അതായത് എക്സിം എന്നാണ്, ഇപ്പൊ ഗ്ലോബൽ എക്സിം എന്നാണ് ഒരു കമ്പനിയുടെ പേരെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എക്സിം എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ആണ് ആ കമ്പനിയുടെ പ്രധാന പണി, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അതായത് എക്സിം എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് അവർക്ക് ഫസ്റ്റ് വരുന്നു, ഇമ്പോർട്ട് അവരുടെ സെക്കൻഡറി ആണ്. അവർ മെയിൻ ആയിട്ടൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ്, അതോടൊപ്പം അവർ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതാണ് എക്സിം. എക്സ്പോർട്ട് ആദ്യം, ഇമ്പോർട്ടിന് രണ്ടാമതാണ് വരുന്നത്. തിരിച്ചത് ഇംപെക്സ് എന്നാണ് അതിന്റെ ഒരു വാലായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് ഇമ്പോർട്ടാണ് ആ കമ്പനിയുടെ പ്രധാന ബിസിനസ്, എന്നാൽ അവർ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എക്സിം അല്ലെങ്കിൽ ഇമ്പോർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണോ മെയിൻ ആയിട്ടുള്ള ഇത് അതനുസരിച്ച് ഈ വാല് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു വിദേശ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങളുമായി സഹകരിക്കുന്ന മറ്റൊരു കമ്പനിക്കോ മറ്റൊരു വ്യക്തിക്കോ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇവർ എക്സ്പോർട്ടിലാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരിൽ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതനുസരിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഈ ഒരു വാല് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് കമ്പനി
രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം കമ്പനിയുടെ പേരിൽ ഒരു കറൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ അത് നമ്മൾ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ, അതായത് വിദേശ പണം നമുക്ക് വരാനും പോകാനും ഒക്കെ, ഞാൻ പ്രത്യേകിച്ചൊരു ബാങ്കിൻ്റെ ഒന്നും പേര് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നില്ല, നമുക്ക് കുറച്ചധികം ബാങ്കുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായി ഈ ഡീൽ ചെയ്യാൻ പറ്റുന്ന, ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ബാങ്കിങ് സർവീസ് നൽകുന്ന ബാങ്ക് ഏതാണെന്ന് കണ്ടെത്തി ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി എടുക്കുന്നതിന് പകരം അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ദ ഫസ്റ്റ് പ്രൊസീജിയർ കമ്പനി രജിസ്ട്രേഷൻ, ബാങ്ക് അക്കൗണ്ട്, ഇത് രണ്ടും നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കിനി അടുത്ത ആവശ്യമുള്ള സാധനമാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് നമ്മൾ രൂപീകരിച്ച നമ്മുടെ കമ്പനിയുടെ പേരിലാണ് നമ്മളിത് എടുക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് GST ഉൾപ്പെടെയുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകളും ഒക്കെ നമ്മൾ ഈ കമ്പനിയുടെ പേരിലാണ് എടുക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ കമ്പനി ആയിരിക്കും നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ ചെയർമാനായിട്ടാണ് നിങ്ങൾ അറിയപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ MD ആയിട്ട്, മാനേജിങ് ഡയറക്ടറായിട്ട് ഒക്കെയാണ്, CEO ആയിട്ടൊക്കെയാണ് നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ കമ്പനി രജിസ്ട്രേഷൻ, കമ്പനി നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെയാണ് കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് വേണം. ഒരു ഇൻ്റർനാഷണലി നമ്മളൊരു സ്റ്റാൻഡേർഡ് കമ്പനിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും ഈ ഒരു കമ്പനിയുടെ പേരിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ വെബ്സൈറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള, കാരണം നമ്മളുടെ ഒരു പ്രപ്പോസൽ വരുമ്പോൾ ഫസ്റ്റ് ഇന്നത്തെ കാലത്ത് നമ്മളെക്കുറിച്ച് എന്താണ് നമ്മളെന്നറിയാനായിട്ട് സെർച്ച് ചെയ്യുന്ന ഗൂഗിളിലാണ്. അവിടെ ആ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ റിസൾട്ട് വരുന്ന രീതിയിലുള്ള വളരെ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളായിട്ട് ഭയങ്കര ആഡംബരത്തിൽ ചെയ്യണമെന്നല്ല, പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ദേ ആർ സീരിയസ് അബൌട്ട് ദ ബിസിനസ്. ഇപ്പം എബൌട്ട്, പലപ്പോഴും പല കമ്പനികളുടെയും വെബ്സൈറ്റിൽ എബൌട്ട് എന്ന് പറയുന്നത് എവിടുന്നൊക്കെയോ കോപ്പി പേസ്റ്റ് അടിച്ച് എന്തോ ഒരു ഇത് എഴുതി വെക്കുന്നതാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ കമ്പനിയെക്കുറിച്ച് ഒരു കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മളുടെ കമ്പനി എന്താണ് എന്നുള്ളൊരു, നമ്മുടെ ഒരു ആത്മാർത്ഥ ഈ ബിസിനസ്സിൽ അത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള എബൌട്ട് കമ്പനി എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഇത് കൊടുക്കണം. കൃത്യമായി കോൺടാക്റ്റ് ചെയ്താൽ നമ്മളെ കിട്ടുന്ന ഇമെയിൽ ഐഡികളും അതേപോലെ തന്നെ ഫോൺ നമ്പറുകളും ഒക്കെ ആയിരിക്കണം. സാധാരണ ഇതിൻ്റെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇമെയിലാണ് വരുന്നത്. കൃത്യമായി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇമെയിലൊക്കെ ആയിരിക്കണം ഈ പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാകേണ്ടത്. അതുമല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ഡൊമൈൻ വഴിയുള്ള ഈ ഒരു ഇമെയിൽ ഐഡികൾ കൊടുത്താൽ നന്നായിരിക്കും. അതായത് ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ ഇമെയിൽ ഐഡിയുടെ അവസാനം വരുന്നത് ഇപ്പം ഗ്ലോബൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ഗ്ലോബലിൻ്റെ പേരിൽ എനിക്ക് കമ്പനിയില്ല, സോ ഗ്ലോബൽ എക്സിം പ്രൈവറ്റ് ലിമിറ്റഡ് @gmail.com എന്നിടുമ്പോൾ അവിടുത്തെ ഒരു കസ്റ്റമറിന്, ഞാനുമായി ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുകയാണ് ജിമെയിലിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയാണ് ഇവർ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് പ്രൊഫഷണൽ എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പകരം നമുക്ക് ഗ്ലോബൽ അല്ലെങ്കിൽ admin sales@global.com എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പെയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമെയിൽ ഐ ഡി, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി, അല്ലെങ്കിൽ @9946 അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഫണ്ണി ആയിട്ടുള്ള ഇമെയിൽ ഒന്നും നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാതിരിക്കുക. വളരെ പ്രൊഫഷണൽ ആയിട്ടിരിക്കുക. കാരണം അതാണ് ഫസ്റ്റ് ഫേസ്. നമ്മളെ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, നമ്മളെ ഒരാൾ നോക്കുന്നത് നമ്മുടെ കമ്പനിയെയും, കമ്പനിയുടെ ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ്, കമ്പനി എത്രത്തോളം സീരിയസ് ആണ്, അതാണ് നമ്മളെ ഒരിടത്തും നമ്മളെ നേരിട്ട് പരിചയമില്ലാത്ത ആൾ നമ്മളെക്കുറിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കമ്പനി രജിസ്ട്രേഷനൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് IEC, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് അഥവാ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. അതെങ്ങനെയാണ് എടുക്കേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നു. താങ്ക് യു.